ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്ലീ എക്സാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലീ എക്സാമിൻ്റെ പാറ്റേണും ഒക്കെ കാര്യങ്ങൾ അത് നേരത്തെ തന്നെ നമ്മുടെ എക്സാം പാറ്റേണും സിലബസും ഒക്കെ നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും കുറച്ച് കമൻസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. എക്സാം പാറ്റേണും പിന്നെ ക്ലീ എക്സാമിൽ അതായത് ഏതൊക്കെ കോളേജസിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് എന്നീ കാര്യങ്ങളും എങ്ങനെ നമുക്ക് ക്ലീ ക്രാക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഏറ്റവും മാക്സിമം നോക്കിയാൽ 2 മാസം ഉണ്ടാവും ക്ലീ എക്സാമിന് വേണ്ടിയിട്ട്. 2 മാസത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും, 2 മാസത്തിനുള്ളിൽ പഠിച്ചു തീർക്കാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ LLB എടുത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ, LLB എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ക്ലീ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് കമൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ കുറച്ച് സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മാക്സിമം വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക, കാരണം കമൻറ്റ്സ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ മാക്സിമം കാണുക. അപ്പോൾ ക്ലീ എക്സാം നമുക്കറിയാമല്ലോ, ക്ലീ എന്ന് പറഞ്ഞാൽ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ്. അതായത് നമ്മുടെ കേരളത്തിനകത്ത് നടക്കുന്ന എൻട്രൻസ് എക്സാമിനേഷൻ, ഒരു സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാമിനേഷനാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഐഐടിയിലേക്കൊക്കെ NIT IIT അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ JEE എഴുതാറുണ്ട്. നമ്മുടെ JEE എഴുതാറുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ എൻട്രൻസ് ആണെങ്കിൽ നമുക്ക് NEET ഉണ്ട്. അതൊക്കെ നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷനാണ്. അതുപോലെ നമുക്ക് ലോയിലുണ്ട് നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ, ക്ലാറ്റ്, എയ്ലറ്റ്, പിന്നെ CUET. ഇപ്പോൾ ഇതുപോലത്തെയൊക്കെ നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷനാണ്. അതേപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ഇപ്പോൾ കീമൊക്കെ ആണെങ്കിൽ സ്റ്റേറ്റ് ലെവലാണ്. അതേപോലെ തന്നെ കീം നടത്തുന്ന അതേ CEE, അതായത് കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന ഒരു എക്സാമാണ് ലോയ്ക്ക് വേണ്ടി നടത്തുന്ന, ലോ എൻട്രൻസ് ആയിട്ട് നടത്തുന്ന ഒരു എക്സാമാണ് ക്ലീ, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ. നമ്മുടെ കീം പോലെ ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ, LLB കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ലോ കോളേജസിലോട്ട് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് ക്ലീ. അപ്പോൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റിംഗ് കോളേജസ് എന്ന് പറഞ്ഞാൽ 4 ഗവൺമെൻറ് ലോ കോളേജസ് ആണ്. 4 ഗവൺമെൻറ് ലോ കോളേജസ്, അതായത് നമ്മുടെ കേരളത്തിൽ ആകെ 4 ഗവൺമെൻറ് ലോ കോളേജസ് ആണുള്ളത്. തിരുവനന്തപുരം, പിന്നെ കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം. ഈ 4 ഗവൺമെൻറ് ലോ കോളേജസിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ക്ലീ എക്സാം ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടൂ. മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഈ 4 ഗവൺമെൻറ് ലോ കോളേജസിലോട്ടുള്ള അഡ്മിഷൻ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ്. ആ എൻട്രൻസ് എക്സാമിനേഷനാണ് ക്ലീ. അപ്പോൾ അത് ഒരു സംശയം വന്നിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, 2-3 പേര് ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് ക്ലീ എഴുതാതെ മറ്റൊരു മാർഗ്ഗമല്ല ഗവൺമെൻറ് ലോ കോളേജസിലോട്ട് അഡ്മിഷൻ കിട്ടാൻ. പിന്നെ നമുക്ക് 19 സെൽഫ് ഫിനാൻസിങ് ലോ കോളേജസിലോട്ടും അഡ്മിഷൻ കിട്ടും ക്ലീ വഴി. അതായത് 19 എന്ന് പറയുന്നത് നമ്മുടെ 5 ഇയർ LLB കോഴ്സസ് ഉള്ളത് 19 സെൽഫ് ഫിനാൻസിങ് ലോ കോളേജസിലാണ്. 3 ഇയർ LLB കോഴ്സ് ഉള്ളത് 10 സെൽഫ് ഫിനാൻസിങ് ലോ കോളേജസിലാണ് 3 ഇയർ LLB കോഴ്സ് ഉള്ളത്. അപ്പം ഈ സെൽഫ് ഫിനാൻസിങ് ലോ കോളേജസിൽ നമുക്ക് മെറിറ്റിൽ സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ക്ലീ എക്സാം എഴുതുക. അല്ല മാനേജ്മെൻറ്റ് വഴിയാണെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷന് കാര്യമില്ല. മെറിറ്റ് ആകുമ്പോൾ നമുക്ക് ഫീസ് മാനേജ്മെൻറ്റിനെ അപേക്ഷിച്ച് മെറിറ്റ് സീറ്റ് വഴി നമുക്ക് ഒരു സീറ്റ് മെറിറ്റ് സീറ്റാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീസ് അല്പം കുറവായിരിക്കും. എത്രയാണ് ഫീസ് സ്ട്രക്ചർ എന്നൊക്കെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നോക്കാം, കാരണം അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ മാനേജ്മെൻറ്റിന് നമുക്കറിയാൻ പറ്റില്ല, അത് ഓരോ കോളേജസിനനുസരിച്ചിരിക്കും. മെറിറ്റ് അടിസ്ഥാനത്തിൽ എത്രയാണെന്നുള്ളത് നമുക്കൊരു ഏകദേശം പറയാൻ പറ്റും. അത് ഓരോ വർഷവും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ വ്യത്യാസം വരാറുണ്ട്. മെറിറ്റ് സീറ്റിൽ നമുക്ക് സെൽഫ് ഫിനാൻസിങ് ലോ കോളേജസിലോട്ട് ഫീസ് എത്രയാണെന്നുള്ളത്. അപ്പം കഴിഞ്ഞ വർഷത്തെ വെച്ച് ഞാനൊരു ഇത് പറയാം, അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് 5 ഇയർ കോഴ്സും ഉണ്ട്, 3 ഇയർ കോഴ്സും ഉണ്ട്. ഈ ക്ലീ എഴുതാൻ 5 ഇയറിന് സെപ്പറേറ്റ് ക്ലീ എക്സാം തന്നെയാണ്, 5 ഇയറിന് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ, 3 ഇയറിന് സെപ്പറേറ്റ് അങ്ങനെയാണ് നടത്തുന്നത്. പക്ഷേ സിലബസും എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ സെയിം ആണ്. എത്ര പേര് എഴുതുന്നു എന്ന് ചോദിച്ചാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 5000 to 6000 ഈ ഒരു റേഞ്ചിലാണ് എപ്പോഴും എഴുതുന്ന കുട്ടികളുണ്ടാവാറാണ്. 5000 മുതൽ ഒരു 6000 വരെയാണ് എക്സാം എഴുതുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം. 5 ഇയർ LLBക്ക് 3 ഇയർ LLB ആണെങ്കിൽ ഒരു 3000 കാൻഡിഡേറ്റ്സ്, ഒരു അപ്രോക്സിമേറ്റ് പറയുകയാണെങ്കിൽ 3000 ആണ് വരാറുള്ളത്. അതുപോലെ 5 ഇയറിനെ അപേക്ഷിച്ച് 3 ഇയറിന് സീറ്റും കുറവാണ്, 5 ഇയറിന് കുറച്ചുകൂടി സീറ്റുണ്ട്. പിന്നെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ വെബ്സൈറ്റിലാണ് നമ്മൾ ക്ലീനെ കുറിച്ചുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് ഈ വെബ്സൈറ്റിലാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, അതായത് ഇനിയുള്ള ക്ലിയർ എക്സാം പാറ്റേണിനെ കുറിച്ചൊന്ന് നോക്കാം.
എൻട്രൻസ് എക്സാമിനേഷൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും പിന്നെ മോഡ് ഓഫ് എക്സാമിനേഷനൊക്കെ നോക്കാം. എൻട്രൻസ് എക്സാമിനേഷൻ അറിയാലോ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഇത് എപ്പോഴും പറയുന്നതാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 200 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അത് 200 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് 4 സെക്ഷൻസ് ആയിട്ട് ചിലപ്പോൾ വരുന്നത്. ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്. ജനറൽ ഇംഗ്ലീഷ് സെക്ഷൻ ഒരു 60 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്നാണ്. ജനറൽ നോളജ് 45 ക്വസ്റ്റ്യൻസ്. ജനറൽ നോളജിൽ കറണ്ട് അഫയേഴ്സും GKയും സ്റ്റാറ്റിക് GKയും ഇൻക്ലൂഡഡ് ആണ്, 45 ക്വസ്റ്റ്യൻസ്. പിന്നെ മാത്സ്, അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി 25 ക്വസ്റ്റ്യൻസ്. ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ് 70 ക്വസ്റ്റ്യൻസ്. അപ്പം ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ലോയുമായി ബന്ധപ്പെട്ട ലീഗൽ സ്റ്റഡീസ്, ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ. പക്ഷേ നമുക്ക് എല്ലാ ലീഗൽ സ്റ്റഡീസിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ഒരു സെക്ഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് മാത്സിലായിരിക്കും. കാരണം ബേസിക് 10th ലെവൽ മാത്സ് ആണ് ചോദിക്കുന്നത്. അതിൻ്റെ നമുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ശരിയാക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ഈ മാത്സ് തന്നെയാണ്. 25 ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക്, കാരണം പഠിച്ചാൽ എന്തായാലും കിട്ടും എന്ന് ഉറപ്പുള്ളത്. 25 ശരിയാക്കാൻ പറ്റുന്നത് മാത്സ് ആണ്. പിന്നെ ഇംഗ്ലീഷും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. അതിൽ കൂടുതൽ നമുക്ക് കൺഫ്യൂസിങ് ആവുന്നത് ആൻറ്റോണിംസ്, സിനോണിംസ് ഒക്കെയാണ്. ബാക്കി നമുക്ക് ഗ്രാമർ അത്യാവശ്യം അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 60 ക്വസ്റ്റ്യൻസ്. അപ്പം മാത്സ്, ഇംഗ്ലീഷ്, ലോ, പിന്നെ GK ഇങ്ങനെ ഒരു പ്രിഫറൻസ് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. GK എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതും 45 ക്വസ്റ്റ്യൻസ് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് ന്യൂസ് പേപ്പർ വായിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. GKക്ക് സെപ്പറേറ്റ് ഒരു ബുക്ക് എടുത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസും ഒക്കെ എഴുതി വെക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ സെക്ഷൻ്റെയും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ഏതൊക്കെ സൈറ്റ് നോക്കണം, ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്യണം എന്നുള്ളത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഏതൊക്കെ സെക്ഷൻസ് ഉണ്ട് എന്നിപ്പോഴും സംശയമുള്ളവരുണ്ട്, ഏതൊക്കെ സെക്ഷൻസ് ആണ്, എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്നുള്ള. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് മാത്സ് ഏറ്റവും കൂടുതൽ ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ വീക്ക് ഏരിയാസിൽ നിന്ന് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പാടാകുന്നത് മാത്സിൽ, അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ ചെയ്ത് പഠിക്കുക. പിന്നെ ഇംഗ്ലീഷ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. GK, പിന്നെ ലോ. നമ്മൾ GKയും ലോയും ഏകദേശം ഒരേപോലെ നോക്കാം. കാരണം ലോയിൽ നമുക്ക് എല്ലാം അറിയണമെന്നില്ല. എന്നാലും നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. എന്നാലും നമുക്ക് നമ്മൾ ഇത്രയും സ്കൂളിലൊക്കെ നമുക്ക് ലോ ഒരു സെപ്പറേറ്റ് ആയിട്ട് സബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് നമുക്ക് പുതിയതായിട്ട് തോന്നും ഓരോന്ന് പഠിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. പിന്നെ വാല്യുവേഷൻ എന്ന് പറയുന്നത് 3 മാർക്സ് ആണ് ഓരോ ക്വസ്റ്റ്യനും കിട്ടുന്നത്. ഓരോ കറക്റ്റ് ആൻസറിനും 3 മാർക്സ് കിട്ടും. ഇൻകറക്റ്റ് റെസ്പോൺസ് ആണെങ്കിൽ, ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ 1 മാർക്ക് അവർ കുറയ്ക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, -1 ആകും. അങ്ങനെയാണ് മാർക്കിംഗ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 600 മാർക്സ് ആണ് വരുന്നത്. അതിൽ പിന്നെ നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഈ 10% ടോട്ടൽ മാർക്സ് ജനറൽ SCBC കാറ്റഗറിക്കാർക്ക് നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ 10%, അതായത് 600 മാർക്കിൻ്റെ 10%, 60 മാർക്ക് വേണം ക്വാളിഫൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായി എന്ന് നിങ്ങൾ എങ്ങനെ അറിയും? 60 മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ക്വാളിഫൈ ആവുള്ളൂ. എങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ പേര് വരത്തുള്ളൂ. SC ST ആണെങ്കിൽ 5% മതിയാവും. അപ്പം ജനറൽ SCBC കാറ്റഗറിക്കാണ് 60 മാർക്ക് 10%. SC STക്കാണെങ്കിൽ 30 മാർക്ക് മതിയാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ. അതായത് നമ്മളുടെ റാങ്ക് ലിസ്റ്റിൽ പേര് വരണം എന്നുണ്ടെങ്കിൽ ഇത്രയെങ്കിലും വേണം. പിന്നെ ടൈ വരികയാണെന്നുണ്ടെങ്കിൽ 2 പേർക്കോ 3 പേർക്കോ ഒരേ കണക്ക് മാർക്ക് വരുന്നുണ്ടെങ്കിൽ അവർ പിന്നെ നോക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ ലീഗൽ സ്റ്റഡീസ്, ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസിൻ്റെ സെക്ഷൻ ആയിരിക്കും പിന്നെ അവർ നോക്കുന്നത്. അതിൽ ആർക്കാണോ മാർക്ക് കൂടുതൽ അവരെ ഫസ്റ്റ് കമ്പാരിറ്റീവ്ലി അവരെ റാങ്ക് ഹയർ റാങ്കിലോട്ട് കിട്ടും. പിന്നെ അതിലും അവർക്ക് ടൈ ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സെക്ഷൻ നോക്കും. ഇംഗ്ലീഷിൽ ആർക്കാണോ മാർക്ക് കൂടുതൽ അവരായിരിക്കും ഫസ്റ്റ് ആദ്യം വരുന്നത്, രണ്ടാമത് മറ്റേ ആൾ വരും. പിന്നെ ഇത്രയും നോക്കിയിട്ടും ഒരേ കണക്കത്തെ മാർക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഏജ് ഓഫ് ദി കാൻഡിഡേറ്റ് വിൽ ബി കൺസിഡേർഡ്. ഏജ് നോക്കും. ഏജിൽ പ്രായം കൂടിയ ആൾക്ക് ഫസ്റ്റ് റാങ്ക് കൊടുക്കും, പ്രായം കുറഞ്ഞ ആൾക്ക് സെക്കൻഡ് ആവും. അപ്പോൾ അങ്ങനെയാണ് ടൈ മാറുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ CLE എക്സാമിൻ്റെ പാറ്റേണും മാർക്കിങ്ങും ഒക്കെ വരുന്നത്. ഇനി നമുക്ക് പാർട്ടിസിപ്പേറ്റിംഗ് കോളേജസ് നോക്കാം. ഇത് 5 ഇയറിൻ്റെയാണ്. 5 ഇയറിൻ്റെ നോക്കി ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരം BA LLB ആണ് അവിടുത്തെ കോഴ്സ്. 120 സീറ്റ്സാണ് തിരുവനന്തപുരത്ത് മാത്രം ഉള്ളത്. BA LLB കോഴ്സാണ്. ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം BCom LLB ഓണേഴ്സാണ്. അവിടെ സീറ്റ്സ് 60 സീറ്റാണ് ഉള്ളത്. 5 ഇയർ LLB ആണ്. ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂർ BBA LLB ആണ്. 60 സീറ്റാണ് അവിടെയും ഇൻടേക്ക്. ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോട് BBA LLB ഓണേഴ്സാണ്. 120 സീറ്റാണ് അവിടെ. അപ്പോൾ ഇവിടെ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരം, കേരള യൂണിവേഴ്സിറ്റി, എറണാകുളം ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം വരുന്നത്
MG യൂണിവേഴ്സിറ്റി, പിന്നെ തൃശ്ശൂരും കോഴിക്കോടും വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റീസും കൂടെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഈ ഓരോ കോളേജസും ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത് എന്നുള്ളതും കൂടി നോക്കി വെക്കുക. അപ്പോൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ലോ കോളേജസിൻ്റെത് നേരത്തെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിയിലും കീഴിൽ വരുന്ന ലോ കോളേജസ് ഏതാണെന്നുള്ളത് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഓരോ സെൽഫ് ഫിനാൻസിങ് ലോ കോളേജസും എവിടെയാണ്, ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെന്നുള്ളത്. എന്നിട്ടും അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഗവൺമെൻറ് സീറ്റ് തന്നെ ഗവൺമെൻറ് സീറ്റ്സ് എന്ന് പറയുന്നത് 360 സീറ്റുകളോളം ഗവൺമെൻറ് സീറ്റ്സാണ്. അപ്പോൾ 360-നകത്തൊരു റാങ്ക് വരികയാണെങ്കിൽ നിങ്ങളൊരു സേഫർ പൊസിഷനിലാണ്. അതായത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ലോ കോളേജിൽ നിങ്ങൾക്ക് കിട്ടും ജനറൽ കാറ്റഗറി ആയിട്ട് വരുമ്പോൾ. അതേപോലെ റിസർവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി റാങ്ക് താഴോട്ടായാലും നിങ്ങൾക്ക് ഏകദേശം ഒരു സേഫർ സോണിലാണ്. നമുക്കത് പറയാൻ പറ്റില്ല. ഈ 360 തന്നെ ഒരുപാട് കുട്ടികൾ സെൽഫ് ഫിനാൻസിങ്ങിൽ പോകുന്ന കുട്ടികളുണ്ട്. കാരണം സെൽഫ് ഫിനാൻസിങ് ചൂസ് ചെയ്യുന്നവർ കൂടുതലും ഈ ഡിസ്റ്റൻസ് ഒക്കെ വെച്ച് നോക്കിയിട്ടാണ് കൂടുതൽ പേരും സെൽഫ് ഫിനാൻസിങ്ങിലോട്ട് പോകുന്നത്. അടുത്താണ്, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ താല്പര്യമില്ലാതെ വീട്ടിൽ നിന്ന് പോയി വരിക, ഇങ്ങനെയൊക്കെ നോക്കുന്നവരാണ് സെൽഫ് ഫിനാൻസിങ്ങിൽ പോകുന്നത്. ഗവൺമെൻറ് ലോ കോളേജസിലോട്ട് പോകുന്നവർ കൂടുതലും കോളേജ് ആഗ്രഹിച്ച് പോകുന്നവരും ഉണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് ലോ കോളേജസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ക്യാമ്പസാണ്. പിന്നെ ലൈബ്രറി ഫെസിലിറ്റീസ്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ലോ കോളേജസാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ എറണാകുളം പ്രിഫർ ചെയ്യുന്നതിൻ്റെ കാര്യം ഹൈക്കോർട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം എല്ലാവരും നോക്കുന്നത്. പിന്നെ തിരുവനന്തപുരം ആയാലും അവിടെ തൃശ്ശൂരായാലും കോഴിക്കോടും ആയാലും ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെയാണ്. പിന്നെ ഫീസ് ഒരു പ്രധാന ഘടകമാണ്, ഫീസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ പേരും ഗവൺമെൻറ് നോക്കുന്നത്. പിന്നെ സെൽഫ് ഫിനാൻസിങ്ങിലും പ്ലേസ്മെൻറ്റ്സ് ഉള്ള കോളേജസും ഉണ്ട്, നല്ല കോളേജസ് ഉണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി നല്ല കോളേജസ് ഉണ്ട്. എന്നാലും കൂടുതൽ പേരും ഗവൺമെൻറ് ലോ കോളേജ് നോക്കുന്ന കാര്യം അതാണ്. ഓരോ കോളേജിലും കണ്ടോ അൽ അസർ ലോ കോളേജ്. അപ്പോൾ അവിടെ ഏതൊക്കെ കോഴ്സസ് ഉണ്ടെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഭാരതമാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ്, CSI കോട്ടയം, CSI തിരുവനന്തപുരം, കോപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോ തൊടുപുഴ ഇടുക്കി, മാർ ഗ്രിഗോറിയസ് കോളേജ് ഓഫ് ലോ തിരുവനന്തപുരം, മൗണ്ട് സിയോൺ ലോ കോളേജ് പത്തനംതിട്ട, NSS ലോ കോളേജ് കൊട്ടിയം, കേരള ലോ അക്കാഡമി തിരുവനന്തപുരം, ശ്രീനാരായണ ലോ കോളേജ് എറണാകുളം, ശ്രീനാരായണ ഗുരു SN ലോ കോളേജ് കൊല്ലം, KMCT ലോ കോളേജ് മലപ്പുറം, മർക്കസ് ലോ കോളേജ് കോഴിക്കോട്, VR കൃഷ്ണൻ എഴുത്തച്ഛൻ ലോ കോളേജ് പാലക്കാട്, അമ്പൂക്കൻ ഇട്ടൂബ് മെമ്മോറിയൽ കോളേജ് ഓഫ് ലോ തൃശ്ശൂർ, MCT കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ് മലപ്പുറം, നെഹ്റു അക്കാഡമി ഓഫ് ലോ പാലക്കാട്, അൽ അമീൻ ലോ കോളേജ് പാലക്കാട്, ഗുരു നിത്യ ചൈതന്യ ഏതി കോളേജ് ഓഫ് ലോ കായംകുളം. അപ്പോൾ ഇതിൽ എല്ലാത്തിൻ്റെ കോഴ്സസ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോസ്പെക്ടസ് വേണമെങ്കിൽ ടെലഗ്രാം ചാനൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ഒന്ന് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓരോന്നിലും സീറ്റ് എത്രയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് ഒന്ന് കൂട്ടി നോക്കി അറിയാൻ പറ്റും എത്രത്തോളം സീറ്റ്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും ക്ലീനിൽ നമുക്കൊരു അത്യാവശ്യം നല്ല റാങ്ക് 1000 ആയാലും 1500-നകത്ത് റാങ്ക് കിട്ടിയാലും നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസിലോട്ട് അഡ്മിഷൻ കിട്ടും. പിന്നെ ഒരു 360 റാങ്കിനകം 300-നകത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഗവൺമെൻറ് ലോ കോളേജിൽ നമുക്ക് കയറാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അത് വെച്ചാകുമ്പോൾ നമുക്ക് ഓരോ കോളേജസിലും ഓരോ ഗവൺമെൻറ് ലോ കോളേജ് ആയാലും സെൽഫ് ഫിനാൻസിങ്ങിലായാലും എത്ര വരെ ഏത് റാങ്ക് വരെയാണ് എടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. ഇതേപോലെ 3 ഇയറിനെയും കൂടെ നോക്കാം. 3 ഇയറിൽ ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരത്ത് 60 സീറ്റ്സാണുള്ളത്. ബാക്കി 3 കോളേജസിലും 120, 3 ഗവൺമെൻറ് ലോ കോളേജസിലും 120 സീറ്റ് വീതം ഉണ്ട്. അപ്പോൾ മൊത്തം 420 സീറ്റുണ്ട്, ഗവൺമെൻറ് സീറ്റുണ്ട്. 420 ഗവൺമെൻറ് സീറ്റുണ്ട് 3 ഇയർ LLBക്ക്. താരതമ്യേന 3 ഇയർ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നവരുടെ എണ്ണവും കുറവാണ് 5 ഇയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ സെൽഫ് ഫിനാൻസിങ് ലോ കോളേജസ് ഇത്രയുമുണ്ട് 9. ഇനിയൊരു 10 ഭാരതമാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് 10 അതും കൂടി ഇതിനകത്തുണ്ട്. അത് പിന്നെ ചേർന്നതാണ്. അതായത് കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് സമയത്താണ് അവിടുത്തെ സീറ്റ്സിൻ്റെയും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അതിന് മുമ്പത്തെ ആയതുകൊണ്ടാണ് 9 വരെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാരതമാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസും കൂടിയുണ്ട്. അപ്പോൾ ഒരു 570 സീറ്റ്സോളം സെൽഫ് ഫിനാൻസിങ് കോളേജസും ഉണ്ട്. ഇനി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇനി 2 മാസം ഈ ജൂണിൽ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ജൂലൈയിൽ എക്സാം നടക്കുമെന്നും, അല്ല ജൂലൈയിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ ഓഗസ്റ്റിൽ എക്സാം നടക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. CE ഓഫീസിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ജൂണിൽ ഈ മാസം നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും നമുക്ക് ഏറ്റവും മിനിമം 1 മാസമെങ്കിലും ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ 1 മാസം ഗ്യാപ്പ്, ഏറ്റവും മാക്സിമം നമുക്ക് 1 മാസം ഗ്യാപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. കാരണം ഇനി ഈ ഓരോ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ പഠിക്കുന്നു, അതനുസരിച്ചിരിക്കും നിങ്ങൾക്ക്
ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ ഓരോ ദിവസവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സെക്ഷൻസും നിങ്ങളുടെ അതൊക്കെ എങ്ങനെ നിങ്ങളുടെ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു, എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നു, അത് എല്ലാത്തിലും ഞാൻ പറയുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് എക്സാമിനെ കുറിച്ച് അറിയാനും എക്സാമിന് ചോദിക്കുന്ന ചോദ്യം ഏത് രീതിയിലുള്ളതാണെന്നും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ എങ്ങനെ പഠിച്ച് ഓരോ ദിവസവും യൂട്ടിലൈസ് ചെയ്ത് പോകുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുക. അതായത് ഇന്ന് പഠിച്ചു, ഇന്ന് റെസ്റ്റ് എടുക്കുക, അങ്ങനെയല്ല. ഇനി ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുക. അതായത് ഒരു അറ്റ്ലീസ്റ്റ് 7 to 8 hours നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഏറ്റവും മിനിമം ആണ് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരൊക്കെ കാണും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 hours 5 hours എങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഡെയിലി ന്യൂസ് പേപ്പർ റീഡിങ്, ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കാനായിട്ട് നോക്കുക. ഒരു 2 hours 1 hour അങ്ങനെ എങ്കിലും 1 hour എങ്കിലും നിങ്ങൾ മലയാളം ന്യൂസ് പേപ്പർ വായിച്ചാൽ മതി. നേരത്തെ ഞാനതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. മലയാളം ന്യൂസ് പേപ്പർ വായിച്ചാൽ മതി. നമ്മളുടെ സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാമിനേഷനാണ്. അപ്പോൾ കേരളത്തിനെ കുറിച്ചും ഒക്കെ നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ മലയാളം ന്യൂസ് പേപ്പറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സും എല്ലാം നോട്ട് ചെയ്ത് നിങ്ങൾ സെപ്പറേറ്റ് ഒരു GK ഒരു നോട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ പത്രത്തിൽ വരുന്ന ഒരുപാട് നമ്മളുടെ ലോ റിലേറ്റഡ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണലി എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ കോച്ചിങ്ങിനോ ഒന്നും പോകാതെ തന്നെ സെൽഫ് സ്റ്റഡി ചെയ്ത് ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഫോളോ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 6 months എങ്കിലും ഞാൻ മുമ്പേ ന്യൂസ് പേപ്പറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസും എല്ലാം അപ്പോയിൻമെൻറ്റ്സ് ആയാലും എല്ലാം നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് റിവൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ആ ബുക്ക് എടുത്തിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കാം. നേരത്തെ പറഞ്ഞതാണ്. അപ്പം ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാം. അതോടൊപ്പം നമ്മളുടെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവാറുണ്ട്. GKയുടെ ആയാലും കറണ്ട് അഫയേഴ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കാനും പഠിക്കാനും ശ്രമിക്കുക. അതിനുശേഷം മാത്സ് ഡെയിലി 1 hour 2 hour എങ്കിലും മാത്സിലെ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം തുടങ്ങുക. അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് പാടുള്ള ടോപ്പിക്സ്, ഇപ്പോൾ മാത്സിൽ തന്നെ നമുക്ക് ആവറേജ് ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, റേഷ്യോ, പ്രൊപ്പോർഷൻ, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പാടുള്ളത് ആദ്യമേ ചെയ്ത് തുടങ്ങുക. ഇങ്ങനെ ഓരോന്നും ഡെയിലി മാത്സ് ആയാലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷ് ഡെയിലി നോക്കുക. ഇങ്ങനെ ഡെയിലി നമ്മൾ എല്ലാത്തിനും ഒരു 1 hour 1.5 hour അങ്ങനെ വെച്ച് തന്നെ 2 hours ആ ഒരു രീതിയിൽ ഡെയിലി പഠിച്ചു പോയാൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷേ ഒരു ദിവസം വിടാതെ പഠിക്കുക. നിങ്ങൾക്കതിനുള്ള ഡിറ്റർമിനേഷനും അതിൻ്റെ ഒരു മനസ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്യുക. അപ്പം ടൈം ടേബിൾ ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ടൈം ടേബിൾ പറയാനായിട്ട്, ഒരു വീഡിയോ ചെയ്യാനായിട്ട്. ഞാൻ അങ്ങനെ ചെയ്യാം. പക്ഷേ എല്ലാവർക്കും ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം എല്ലാവരും പല രീതിക്ക് പഠിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അതിൽ വേണമെങ്കിൽ പ്രിഫറൻസ് പറയാം ഞാൻ. നമുക്ക് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്സ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുക, ഇംഗ്ലീഷും ഡെയിലി വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എടുത്ത് എഴുതുക. ഇത് തന്നെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു ടൈം ടേബിളായിട്ട് നിങ്ങൾ തന്നെ അത് എപ്പോഴും വേണം ഇത് ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ല വേറെ ഞാൻ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യണം. അത് വേറൊരു കാര്യം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ, വരുമ്പോൾ പഠിക്കാം എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നോട്ട് മേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ GK ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെപ്പറേറ്റ് നോട്ട് തന്നെ വെക്കുക. പിന്നെ മാത്സ് ഒക്കെ ചെയ്ത് പഠിക്കണം. ലോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയാലും ക്വസ്റ്റ്യൻസ് ആയാലും നോട്ട് ചെയ്ത് വെക്കാൻ ലീഗൽ സെക്ഷന് വേണ്ടിയിട്ട് ഒരു നോട്ട് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെ പോയിൻറ്റ്സ് കിട്ടുന്നു അതൊക്കെ കളക്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം സെപ്പറേറ്റ് ഒന്ന് ചെയ്യാം. പിന്നെ ഫോക്കസ് ഓൺ യുവർ വീക്ക് ഏരിയാസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വീക്ക് ടോപ്പിക്, ചിലർക്ക് മാത്സ് ആയിരിക്കും വീക്ക് ഏരിയ, ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും വീക്ക് ഏരിയ. അപ്പോൾ ഏതാണോ നിങ്ങളുടെ വീക്ക് ഏരിയ അതിന് കൂടുതൽ സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ലോയും GKയും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ GK ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പെട്ടെന്നൊരു ദിവസം എടുത്ത് പഠിച്ചാൽ ഒന്നും നടക്കുന്ന കാര്യമില്ല. ഡെയിലി വായന ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് GK. അതുപോലെ ഇംഗ്ലീഷിലായാലും ക്ലീഡ് സംബന്ധിച്ച് ഇംഗ്ലീഷിന് നമുക്കിപ്പോൾ പാസേജ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷെ അത്രയും പാടുള്ളതല്ല, ഈസി ആയിട്ടുള്ളതാണ്. എന്നാൽ നമുക്ക് അവിടെ ഒരു
ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പാസേജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇപ്പോൾ വരുന്നത്, 1 2 ക്ലീയിൽ. അപ്പം നമുക്ക് സമയം പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കുക എന്നുള്ള ഒരു സംഭവം വരണം, സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ വായിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട് പറയുന്നതിൻ്റെ കാര്യം അതാണ്, നമുക്ക് കൂടുതൽ വായിക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കൂട്ടാനായിട്ട് സാധിക്കും. പിന്നെ ഇംഗ്ലീഷിൽ പുതിയ പുതിയ വേർഡ്സ് ആയാലും ഒക്കെ നമുക്ക് അതിൻ്റെ മീനിങ്സും ഒക്കെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇനിയുള്ള 2 മാസം എന്ന് പറയുന്നത് തന്നെ മതി നിങ്ങൾക്ക്. ഇനിയുള്ള 2 മാസത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം +2 കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം നിങ്ങൾ വേറെ ഒന്നിനും പോകുന്നില്ല, വെറുതെ വീട്ടിലിരിക്കുകയായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കൂൾ ടൈമിങ് പോലെ സ്കൂളിൽ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ എത്ര സമയം പഠിച്ചു, അല്ലെങ്കിൽ സ്കൂൾ അവേഴ്സ് എത്രയായിരുന്നു, ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു നോക്കൂ. ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാമാണ്. നിങ്ങൾ ആദ്യം ഒരു ഫ്രഷ് ആയിട്ട് പഠിക്കുന്നവർ ക്ലീയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് അതൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് എനിക്ക് അറിയാത്തതെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് പഠിച്ചു തുടങ്ങുക. 2 months, ഇനിയുള്ള 2 months പഠിച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് ഇനിയുള്ള 2 months പഠിച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതനുസരിച്ചിട്ട് പഠിക്കുക. അതായത് നിങ്ങളുടെ ഓരോ ടൈമിങ്, നിങ്ങൾ ഓരോ സമയവും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി LLB ഒരു ഗുഡ് ഓപ്ഷൻ ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. LLB പഠിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ക്ലീക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സമയം ചിലവഴിച്ച് പഠിച്ചിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സിന് ഓപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിഗ്രി കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ പഠിക്കുക ക്ലീക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, TC വാങ്ങിച്ച് പുതിയ കോളേജ്, നിങ്ങൾക്ക് ഗവൺമെൻറ് ലോ കോളേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതൊരു ഓപ്ഷനാണ്. അല്ല, നിങ്ങൾക്ക് LLB പഠിക്കണം എന്ന് അതിയായി ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. പിന്നെ LLB എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട്. ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ LLBക്ക് വന്നതിന് ശേഷം, LLB പഠിച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് LLBയിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് ഞാനും വന്നപ്പോൾ ഇത് LLB പഠിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് മനസ്സിൽ ഒരു തോന്നലുമായി വന്നതാണ്. നമുക്കറിയാമല്ലോ, ഒരുപാട് ലോയേഴ്സ് ആയാലും അഡ്വക്കേറ്റ്സൊക്കെ ഒരുപാട് വർഷം കൊണ്ടാണ് അവർ ഇത്രയും വലിയ പൊസിഷനിലൊക്കെ എത്തിയിരിക്കുന്നത്, ഒരുപാട് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് കഴിവും വേണം, അതിനനുസരിച്ച് ഹാർഡ് വർക്കും വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു അഡ്വക്കേറ്റായിട്ട് നമുക്ക് കോടതിയിൽ പോയി വാദിക്കാൻ പറ്റിയില്ല, അങ്ങനെ നമുക്ക് അതിനുള്ള അത്രയും കഴിവില്ല എന്നുണ്ടെങ്കിലും നമുക്ക് വേറെ ലോ ഫോംസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ നമുക്ക് ലീഗൽ അഡ്വൈസറായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റും. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് LLB കഴിഞ്ഞിട്ട് മുൻസിഫ് മജിസ്ട്രേറ്റ് എക്സാം എഴുതി നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് ഈ LLBയുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് ഒരുപാട് വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഓർഗനൈസേഷൻസ്. അപ്പോൾ ആ വെബിനാർസൊക്കെ ഒന്ന് മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനൊക്കെ ഒന്ന് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. LLB എടുത്തു കഴിഞ്ഞാലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, LLB ഈ ലോ ഫീൽഡിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്യുക. കാരണം ഞാനും ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു LLB സ്റ്റുഡൻ്റാണ്, ഒരു ലോ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇത്രയും കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വരും. ഞാനും ഇപ്പം അതിൽ പഠിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇനിയും ഇതുണ്ട്. അപ്പം ഇനിയും എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വെബിനാറൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാനും ഇതുപോലെ വെബിനാർസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തും രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്തൊക്കെയാണ് ഒരുപാട് കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾ അങ്ങനത്തെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അതിനൊക്കെ ഒന്ന് കയറി നോക്കുക. ആ വീഡിയോസിലൊക്കെ ഒന്ന് എന്തൊക്കെയാണ് പറയുന്നത് അതൊക്കെ നോക്കുക. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലോ ഫീൽഡിലുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു കോഴ്സിനും ഇല്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റി. കാരണം നമുക്കൊരു കോടതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ഒരു LLB ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ നമ്മൾ ഇപ്പം LLB പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാൻ പറ്റും, മൂട്ട് കോർട്ടിന് പങ്കെടുക്കാൻ പറ്റും, MUNസിന് പോകാൻ പറ്റും, അതുപോലെ ഒരുപാട് പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ്, നമുക്ക് ജഡ്ജ്മെൻറ്റ് റൈറ്റിംഗ്, ഇങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ വളരെ വാല്യുബിളാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്താൽ തന്നെ അതൊക്കെ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ. സിവിൽ സർവീസിലെ എനിക്ക് തോന്നുന്നത് ഏറ്റവും അതിന് വേണ്ടിയിട്ട്
നമ്മൾ നമ്മൾ LLB പഠിക്കുന്നവരാണ്, ലോ കോഴ്സ് പഠിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ UPSCയിലെ സിലബസ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. സിലബസിലുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ LLB പഠിക്കുന്നവരാണ്. കാരണം അതിനകത്ത് നമ്മൾ LLBയിൽ എന്തൊക്കെ പഠിക്കുന്നു ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ UPSCയിൽ കൂടുതലും പഠിക്കുന്നത്. അപ്പം അങ്ങനെ വേണമെങ്കിൽ ആ ഒരു രീതിക്ക് പോകാം. അപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സംഭവം വേറെ എനിക്ക് തോന്നുന്നില്ല ഒരു കോഴ്സ് ഉണ്ടെന്ന്. എവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ കോളേജ് ലെക്ചേഴ്സായിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് ഏത് ഫീൽഡിലോട്ടും, ലോ ഫീൽഡിൽ നിന്ന് നമുക്ക് ഏതൊരു ഫീൽഡിലോട്ടും ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ പേടിക്കേണ്ട. LLB പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും. പക്ഷേ LLB എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ പഠിക്കാൻ അത്യാവശ്യമുണ്ട്. അപ്പോൾ പഠിക്കാനും അതിൽ കുറച്ച് ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സംഭവത്തിലൊക്കെ ചെന്ന് നമുക്ക് ഒരു സേഫർ ഫ്യൂച്ചർ നമുക്കുണ്ടാവും. നിങ്ങൾക്കതിൽ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവണം, കുറച്ച് വർക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഒന്നും ഇങ്ങോട്ട് കിട്ടില്ല. നമ്മളായിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോയി ഈ ഓരോ കാര്യത്തിനും ഇൻട്രസ്റ്റോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുക, ഓരോ കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, മുന്നോട്ട് വരിക. കൂടുതൽ പിന്നെ നമ്മളുടെ LLB കോഴ്സ് ആയാൽ തന്നെയും കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കണം. നമ്മളുടെ ഓരോ സബ്ജക്ട്സും ഫസ്റ്റ് സെമ്മിൽ തൊട്ടേ അത്യാവശ്യം പഠിച്ച് മനസ്സിലാക്കി പോയാൽ തന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഇതിൽ മാർക്കിൽ പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെയോടൊപ്പം തന്നെ ഒരുപാട് ഈ പറഞ്ഞ കോമ്പറ്റീഷൻസിലും ഒക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നല്ലൊരു CV പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതനുസരിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് ജോലികളിൽ നമുക്ക് കയറാൻ പറ്റും. അപ്പം LLB എന്ന് പറയുന്നത് നിങ്ങൾ അതിൽ പേടിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല ഒരു കോഴ്സാണ്. അത്യാവശ്യം നല്ല ഈ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ വെബിനാർസൊക്കെ പങ്കെടുക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ലോ ഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. യൂട്യൂബിൽ തന്നെ നിങ്ങൾ വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് അഡ്വക്കേറ്റ്സൊക്കെ ഇതിന് വെബിനാർ ഫ്രീ ആയിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഏതെങ്കിലുമൊക്കെ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യാം. ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി, അതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. LLB എന്ന് പറയുന്നത് ഒരു ഗുഡ് ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും എൻട്രൻസ് ഒക്കെ ക്രാക്ക് ചെയ്ത് ഇത്രയും ഫീസ് കുറവിൽ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പം അതിൽ നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇനി പഠിച്ചാൽ ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോ സെക്ഷൻ വൈസ് നോക്കാം. ഓരോ ഇംഗ്ലീഷും ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ, ഇതിൽ നിങ്ങൾ ഏതൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ഇതിൽ നിങ്ങൾ മാക്സിമം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് LLBയും ക്ലീയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. കുറച്ച് വീഡിയോ ലെങ്ത് ആയിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകും എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. മാക്സിമം അതിലൂടെ വീഡിയോ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ ഇടുമ്പോൾ അത്രയും കുറച്ച് പാടായിരിക്കും വീഡിയോ എടുത്ത് വരുമ്പോൾ. അതുകൊണ്ടാണ് ടെലഗ്രാമിൽ കൂടെ മാക്സിമം നോട്ട്സും ക്വിസ് ആയാലും ടെസ്റ്റ് ആയാലും ഒക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ടെലഗ്രാം ചാനലിൽ കൂടെ ജോയിൻ ചെയ്യാൻ നോക്കുക. താങ്ക് യു.